CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പുന്നൂർകുളത്ത് കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞ് ഗൃഹനാഥന് പരിക്ക്. ചെറായി മനിയിൽ 64 വയസ്സുള്ള മോഹനാണ് പരിക്കേറ്റത്. നവീകരണം പൂർത്തിയാക്കിയ കാണിപ്പയ്യൂർ ഇരിങ്ങപ്പുറം റോഡിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ BMBC നിലവാരത്തിൽ 3 കോടി രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. പഴഞ്ഞി റോഡ് വഴി സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ദീർഘദൂര ബസ്സുകളുടെ അമിത വേഗം മൂലം പൊറുതിമുട്ടിയ നാട്ടുകാർ ബസ്സുകൾ തടഞ്ഞ് പ്രതിഷേധിച്ചു. സംസ്ഥാന പാതയിലെ ഗതാഗത തടസ്സം മൂലം വഴിതിരിഞ്ഞുവരുന്ന വാഹനങ്ങളാണ് ഗ്രാമീണ റോഡുകളിൽ അപകട ഭീഷണിയാകുന്നത്. 76.51 കോടി രൂപ ചെലവിൽ കിഫ്ബി പദ്ധതി വഴി നിർമ്മിക്കുന്ന കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി AC മൊയ്തീൻ MLA വിലയിരുത്തി. ഈ മാസം 23-ന് ഇത് സംബന്ധിച്ച വിശദമായ യോഗം ചേരാനും തീരുമാനിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടഞ്ചേരി പൂഴിക്കുളത്തിന്റെ നവീകരണം ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 25 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുളം നവീകരിക്കുന്നത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ കീഴിൽ പുതിയതായി നിർമ്മിച്ച ഹൈസ്കൂൾ റോഡ് സെന്റ് ജോർജ് കുരിശുപള്ളിയുടെ കൂദാശ ഞായറാഴ്ച നടക്കും. വൈകിട്ട് 6:30-ന് കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് കൂദാശ നിർവഹിക്കും. കടങ്ങോട് അരിക്കാട്ടുകുണ്ടിൽ ശനിയാഴ്ച പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്നു. അരിക്കാട്ടിൽ വിനോദിന്റെ ഷീറ്റ് മേഞ്ഞ വീടാണ് തകർന്നത്. പുന്നയൂരിൽ ദേശീയപാതയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിനടിയിലെ ലേബർ ക്യാമ്പ് ഗതാഗത കുരുക്കുണ്ടാക്കുന്നതായി ആക്ഷേപം. പ്രദേശവാസികൾ പോലീസിൽ പരാതി നൽകി. കോട്ടപ്പടി പള്ളിക്ക് എതിർവശം മഹാത്മാഗാന്ധി റോഡ് ഫസ്റ്റ് അവന്യൂവിൽ കാന പണിയാനായി എടുത്ത കുഴി കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയാകുന്നു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. തിരുനാളിന്റെ ഭാഗമായി വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ അന്തോണീസിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ചുള്ള വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഗുരുവായൂർ സ്റ്റേഷൻ SI U മഹേഷ് നിർവഹിച്ചു. കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പുന്നയൂർ കൃഷിഭവന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ വെള്ളർക്കാട് സർവീസ് സഹകരണ ബാങ്ക് സ്റ്റുഡന്റ് മാർക്കറ്റ് ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ വിലയിൽ പഠനോപകരണങ്ങൾ നൽകുന്നതിനു വേണ്ടിയാണ് ബാങ്ക് ഹെഡ് ഓഫീസിൽ സ്റ്റുഡന്റ് മാർക്കറ്റ് ആരംഭിച്ചത്. പുന്നയൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലയിൽ ടാപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴാകുന്നു. വാർഡ് മെമ്പർ അടക്കമുള്ളവർ നിരവധി തവണ വിളിച്ചു പറഞ്ഞിട്ടും അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. കർഷകരോട് സർക്കാർ അവഗണന പുലർത്തുകയാണെന്ന് ആരോപിച്ച് കർഷക കോൺഗ്രസ് ആർത്താറ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി. 1972 സ്ഥാപിതമായ ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനകളിലൊന്നായ നെഹ്റു യുവ കേന്ദ്രയുടെ പേരുമാറ്റി മേര യുവ ഭാരത് എന്നാക്കിയതിൽ പ്രതിഷേധിച്ച് KPCCയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. വീട്ടുപടിക്കൽ മൃഗചികിത്സാ സേവനം ലഭ്യമാക്കുന്നതിനായി ചാവക്കാട് ബ്ലോക്ക് പരിധിയിലുള്ള പ്രദേശങ്ങളിൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റിന് തുടക്കമായി. ലഹരിക്കും വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രചരണ കാൽനട ജാഥയ്ക്ക് കാണിപ്പയ്യൂരിൽ സ്വീകരണം നൽകി. നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റിയ മോദി സർക്കാരിനെതിരെ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്ന ഇസ്ലാമിക ആദർശത്തെ അടിസ്ഥാനപ്പെടുത്തി മുഴുവൻ മനുഷ്യർക്കും വേണ്ടി സോളിഡാരിറ്റി നടത്തുന്ന പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി T. ഇസ്മായിൽ ആവശ്യപ്പെട്ടു. വംശീയതയെ ചെറുക്കുക, നീതിയുടെ യൗവനമാകുക എന്ന തലക്കെട്ടിൽ സോളിഡാരിറ്റി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംഘടനാ ക്യാമ്പയിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പെരുമ്പിലാവ് ജംഗ്ഷനിൽ നടത്തിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് പൂക്കോട് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.